Good morning, students. Today's topic is servo motors. Servo motor are also called control motors. They basically use precise control of angular positions, linear positions, velocity, acceleration. ഇതിന്റെ എല്ലാം പ്രിസൈസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടറാണ് സെർവോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ ആംഗുലാർ പൊസിഷനുകൾ, ലീനിയർ പൊസിഷൻ, അതേപോലെ ഷാഫ്റ്റ് കറങ്ങുന്ന സ്പീഡ്, ആക്സലറേഷൻ, ഈ വക സാധനങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടർ ആയത് കാരണത്താലാണ് ഇതിനെ കൺട്രോൾ മോട്ടോഴ്സ് എന്നും പറയാറ്. ഓക്കെ, മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ കോഡഡ് സിഗ്നൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കോഡഡ് സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പൊസിഷനും വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ വക സാധനങ്ങളെല്ലാം തന്നെ മോട്ടറിന്റെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മോട്ടറിന് ലോ ഇനീഷ്യ. ഓക്കെ, ഇനീഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ടെൻഡൻസി ഓഫ് എ ഡിവൈസ് ടു കണ്ടിന്യൂ ഇൻ റെസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ കണ്ടിന്യൂ ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ. അപ്പൊ ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള കഴിവ് ഈ സെർവോ മോട്ടോഴ്സിനുണ്ട്. ഓക്കെ, അതായത് സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽസ് കിട്ടുമ്പോൾ ആ ലോ ഇനീഷ്യ ആയത് കണ്ടാൽ അത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് ആ ഇൻപുട്ട് സിഗ്നലിന് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് അതിന്റെ പൊസിഷനോ വെലോസിറ്റി, ആക്സിലറേഷനോ മാറാൻ കഴിവുള്ള മോട്ടറാണ് ഈ സെർവോ മോട്ടോർ. ഓക്കെ, എന്താ അവിടെ പറയുന്നത്? ഡ്യൂ ടു ലോ ഇനീഷ്യ സെർവോ മോട്ടോർ റെസ്പോൺസ് ടു സിഗ്നൽസ് അബ്രപ്റ്റ്ലി and accelerates or decelerates the load quickly for precise control of angular position, velocity and acceleration. അപ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന മോട്ടറാണ് ഈ സെർവോ മോട്ടോർ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് സ്റ്റെപ്പർ മോട്ടോർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്പർ മോട്ടോർ സെർവോ മോട്ടോർ ആയിട്ടുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സ്റ്റെപ്പർ മോട്ടോർ സിമ്പിൾ ആണ്, ചെറുതാണ്. സെർവോ മോട്ടോർ വലുതാണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. സ്റ്റെപ്പർ മോട്ടോർ സ്റ്റെപ്പിലാണ് കറങ്ങുക. ഓക്കെ, സ്റ്റെപ്പ് കുറെ, ആദ്യം ഒരു സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്, അങ്ങനെ സ്റ്റെപ്പിലാണ് അത് അതിന്റെ മോഷൻ. സെർവോ മോട്ടോർ കണ്ടിന്യൂസ് മോഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. സ്റ്റെപ്പർ മോട്ടോറിൽ ഹൈ ടോർക്കാണ്, ലോ സ്പീഡാണ്. കാരണം സ്റ്റെപ്പിലല്ല ഇങ്ങനെ മൂവില്ല, അപ്പൊ സ്പീഡ് കുറവാണ്, പക്ഷെ ഹൈ ടോർക്കാണ്. സെർവോ മോട്ടോറിലോ ഹൈ ടോർക്കുമാണ്, ഹൈ സ്പീഡുമാണ്. ഓക്കെ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതല്ലേ, ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പൊ ഹൈ സ്പീഡും ഉണ്ട്. പ്രസിഷൻ ഈസ് ഗുഡ്, പ്രസിഷൻ ഇതിന്റെ എക്സലന്റ് ആണ്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ ആണ്, ഇവിടെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആണ്. കാരണം ഔട്ട്പുട്ടിൽ നിന്ന് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ പൊസിഷൻ എന്താണ്, ആ ഇൻഫർമേഷൻ എപ്പോഴും ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തുകയാണ് സെർവോ മോട്ടർ ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രാമിന്റെ അകത്ത് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് കാണാം മോട്ടറിലല്ലേ, മോട്ടറിൽ നിന്ന് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് പോകുന്നുണ്ട്. ഇൻപുട്ട് ഇവിടെയാണ്. ഓക്കെ, ഇവിടുന്ന് ഒരു ഫീഡ്ബാക്കും ഉണ്ട്. ആ ഇപ്പോഴത്തെ മോട്ടറിന്റെ സിറ്റുവേഷനും നമ്മൾ ആഗ്രഹിക്കുന്ന മോട്ടറിന്റെ പൊസിഷനും ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസിന്റെ ബേസ്ഡ് ആയിട്ടാണ് ബാക്കി കറക്ഷൻസ് മോട്ടറിന്റെ റൊട്ടേഷനിൽ വരുത്താറ്. അതിനനുസരിച്ച് പൊസിഷനും മറ്റു സംഭവങ്ങളെല്ലാം മാറാൻ. സോ ദർ ഇസ് എ ക്ലോസ്ഡ് ഫീഡ്ബാക്ക് പ്രോസസ്. സ്റ്റെപ്പർ മോട്ടോർ ലോവർ കോസ്റ്റ് ആണ്, സെർവോ മോട്ടോർ ഹയർ കോസ്റ്റ് ആണ്. എനർജി ഇൻഎഫിഷ്യന്റ്, ഇവിടെ എനർജി എഫിഷ്യന്റ്. കോൺസ്റ്റന്റ് ലോഡ്, ലോഡ്സ് ഇവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴും ഒരേ ലോഡിനനുസരിച്ചായിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഡിഫറെന്റ് ലോഡ്സിന് അനുസരിച്ച് ഡിഫറെന്റ് രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് നമ്മളെ ഡിസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് അല്ലെങ്കിൽ പൊസിഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്രധാന വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ. കൺസ്ട്രക്ഷൻ വർക്ക്. ഇപ്പൊ ഒരു സ്റ്റെപ്പർ മോട്ടറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു റഫറൻസ് ഇൻപുട്ട് നിങ്ങൾക്കാണ്, ഇവിടെ ആയിരിക്കും റഫറൻസ് ഇൻപുട്ട് കിട്ടുന്നത്. ഇതാണ് ഫീഡ്ബാക്ക് സിഗ്നൽ. ഓക്കെ, ഈ റഫറൻസ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോട്ടർ ഏത് പൊസിഷനിൽ, ഏത് ആംഗുലാർ പൊസിഷനിൽ നിൽക്കണം, അല്ലെ എന്റെ മോട്ടർ എത്ര വെലോസിറ്റിയിൽ അല്ലെ ആക്സിലറേഷനിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ വക ഇൻഫർമേഷൻസ് ആണ് റഫറൻസ് സിഗ്നൽ. എന്റെ മോട്ടറിന്റെ പൊസിഷൻ ഇതായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന സിഗ്നൽ ആണ് റഫറൻസ് സിഗ്നൽ. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോട്ടറിന്റെ അവസ്ഥ എന്താണ്, അതാണ് ഫീഡ്ബാക്ക് സിഗ്നൽ വഴി കിട്ടുന്നത്. ഇത് രണ്ടെണ്ണം കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആ പൊസിഷനിൽ നിൽക്കണമല്ലോ മോട്ടറിന്റെ ഷാഫ്റ്റ്. സോ ഈ എറർ സിഗ്നൽ, ഈ റഫറൻസ് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലിനും തമ്മിൽ വ്യത്യാസം അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് നമ്മൾ സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുക. അത് സീറോ ആയി കഴിഞ്ഞാൽ എന്താ, റഫറൻസ് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ആയി, അതായത് മോട്ടറിന്റെ പൊസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ തന്നെ മോട്ടർ എത്തി എന്നാണ് അതിന്റെ മീനിങ്. സോ റഫറൻസ് ഇൻപുട്ട് അതാണ്. അപ്പൊ ആ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുക, കമാൻഡ് സിഗ്നൽ എന്ന് പറയുക, അങ്ങനെ പല രീതിയിൽ പറയും. ഈ കൺട്രോൾ സിഗ്നലിന് കമാൻഡ് സിഗ്നൽ കൊടുക്കുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫോമിലായിരിക്കും. അതിനെ വോൾട്ടേജിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ,
സോ അതിനാണ് പൾസ് വിഡ്ത്ത് വോൾട്ടേജ് കൺവെർട്ടർ. അത് വോൾട്ടേജ് നമ്മൾ കൊടുത്ത സിഗ്നലിനെ വോൾട്ടേജിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം ഒരു വോൾട്ടേജ് സിഗ്നലിന് മാത്രമേ വേറൊരു വോൾട്ടേജ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈവൻ തീറ്റ ടേംസിൽ ആംഗുലർ പൊസിഷൻ ആണെങ്കിൽ തീറ്റ ടേംസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ കമ്പാരിസൺ നടക്കത്തുള്ളൂ. സോ വി ഹാവ് എ പൾസ് വിഡ്ത്ത് വോൾട്ടേജ് കൺവെർട്ടർ. The control signal represents desired position of the motor. A control position is used to produce DC reference voltage. Okay. ഇനി പൾസ് വിഡ്ത്ത് വോൾട്ടേജ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ PWM സിഗ്നൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആ ബേസ് ആയിട്ടുള്ള സിഗ്നൽ. അതായത് ഇതിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പൾസ് വിഡ്ത്ത് 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ മോട്ടർ കറങ്ങേണ്ടത് 0 ഡിഗ്രി കറങ്ങണം എന്നാണ് മീനിങ്. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന സിഗ്നലിന്റെ വിഡ്ത്ത്, ഇവിടെ സിഗ്നൽ ഉണ്ടാക്കില്ലേ ആ പൾസ് വിഡ്ത്ത്, അതിന്റെ വിഡ്ത്താണ് മാറ്റം വരുത്തുന്നത് നമ്മൾ. ഓക്കെ, ആ വിഡ്ത്തിനനുസരിച്ചാണ് ആ ഇവിടെ കിട്ടുന്ന ആ പൾസ് വിഡ്ത്ത് സിഗ്നലിന്റെ വോൾട്ടേജ് സിഗ്നൽ, ആ സിഗ്നലിന്റെ വിഡ്ത്തിന്റെ കുറവാണോ കൂടുതലാണോ അതിനനുസരിച്ചാണ് ഈ മോട്ടോർ കൂടുതൽ കറങ്ങണോ കുറവ് കറങ്ങണോ ആ ഇൻഫർമേഷൻ എല്ലാം, എത്ര കറങ്ങണമെന്ന ഇൻഫർമേഷൻ, എത്ര ഡിഗ്രി കറങ്ങണമെന്ന ഇൻഫർമേഷൻ എല്ലാം പ്ലേസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പൾസ് വിഡ്ത്ത് സിഗ്നലിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ മോട്ടോർ കറങ്ങുക 0 ഡിഗ്രി ആയിരിക്കും മോട്ടോർ കറങ്ങത്തില്ല ചുരുക്കി പറഞ്ഞാൽ. പൾസ് വിഡ്ത്തിന്റെ വിഡ്ത്ത് 2 മില്ലി സെക്കൻഡ് ആണെങ്കിൽ നമ്മളെ ആംഗുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, 180 ഡിഗ്രീസ് മോട്ടോർ കറങ്ങും. ഓക്കെ, അതേപോലെ 1.5 മില്ലി സെക്കൻഡ് 1 ഡിഗ്രി 90 ഡിഗ്രി സംതിങ്. സോ അങ്ങനെ ഇപ്പൊ പൾസിന്റെ വിഡ്ത്തിന്റെ അനുസരിച്ചായിരിക്കും മോട്ടോർ എത്ര ഡിഗ്രി കറങ്ങണം എന്ന ഇൻഫർമേഷൻ പ്ലേസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫീഡ്ബാക്ക് സിഗ്നൽ ഉണ്ടാക്കുന്ന ആരാ? പൊസിഷൻ സെൻസർ. പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ പോലത്തെ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, മോട്ടോർ കറങ്ങണമെങ്കിൽ അതിനെ ഒരു ഗിയറിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ കറസ്പോണ്ടിങ് ഗിയർ കറങ്ങും, അല്ലെങ്കിൽ മോട്ടറിന്റെ ഷാഫ്റ്റിനെ ഡിലേ ചെയ്യാനുള്ള പവർ എല്ലാം ഗിയർ അസംബ്ലിക്ക് ഉണ്ട്. മോട്ടോർ നല്ല സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ ഈ ഗിയർ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിയറിനെയും കൂടി പിടിച്ച് കറങ്ങണം. സോ ഗിയർ അസംബ്ലിയുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ്, മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്ലോ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്കാണ്. ഇതാണ് നമ്മളെ കാര്യമായിട്ട് ഇതിന്റെ പൊസിഷനാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് വെച്ചാൽ പൊട്ടൻഷ്യോമീറ്റർ. സോ നിങ്ങൾക്ക് കാണാം മോട്ടറിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഇത് ഗിയർ ബോക്സ് വഴി പൊസിഷൻ സെൻസർ വഴി ആണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യോമീറ്റർ, ഇതേപോലത്തെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഒക്കെയാണ് പൊസിഷൻ സെൻസർ. ഓക്കെ, പൊസിഷൻ സെൻസറിന്റെ പണി എന്താന്ന് പറഞ്ഞാൽ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ ആ ഇൻഫർമേഷൻ പിടിച്ചെടുത്തിട്ട് കമ്പാരറ്ററിന്റെ ഇവിടേക്ക് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് കൊടുക്കുക. അതാണ് പൊസിഷൻ സെൻസറിന്റെ പണി. ഗിയർ ബോക്സിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗിയർ ബോക്സ് വെച്ചിട്ട്. ഓക്കെ, സോ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കമ്പാരറ്റർ അവസാനം എന്ത് ചെയ്യും? ഈ ഫീഡ്ബാക്ക് റഫറൻസ് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലിന് കമ്പയർ ചെയ്യും, എറർ ഉണ്ടാക്കും. ഓക്കെ, ആ എറർ സിഗ്നലിനെ പിടിച്ചിട്ട് എറർ ആംപ്ലിഫയർ ചെയ്തിട്ട് മോട്ടറിന്റെ ആർമേച്ചറിലേക്ക് കൊടുക്കും. അപ്പൊ മോട്ടർ പിന്നെ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. ഏത് മോട്ടറിന്റെ ഷാഫ്റ്റ് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ എങ്ങനെയാ അത് റൊട്ടേറ്റ് ചെയ്യും. സോ ഈ എറർ സിഗ്നലിന്റെ വാല്യൂ 0 ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗ്നലും നമുക്ക് ഇപ്പോഴത്തെ മോട്ടറിന്റെ പ്രസന്റ് കണ്ടീഷനും രണ്ടും സെയിം ആവും. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മോട്ടോർ ഓറിയന്റ് ചെയ്തു, അല്ലെങ്കിൽ പൊസിഷൻ അതിന്റെ അതായി എന്നാണ് അർത്ഥം. ഓക്കെ, മെയിൻലി രണ്ട് തരത്തിലുള്ള സെർവോ മോട്ടോർ അല്ല, DC സെർവോ മോട്ടറും AC സെർവോ മോട്ടറും ആണല്ലോ. അപ്പൊ DC സെർവോ മോട്ടോർ നമുക്ക് ആദ്യം നോക്കാം. DC സെർവോ മോട്ടോർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ അല്ലെ പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടോർ. അതായത് സെർവോ മോട്ടോർ, ഈ DC സെർവോ മോട്ടോർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി DC മോട്ടറിന്റെ സെയിം കൺസ്ട്രക്ഷൻ ആണ്. അതിന്റെ സ്റ്റാർട്ടർ മോട്ടോർ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി DC മോട്ടോർ എന്ന് പറയുമ്പോൾ ഏത് DC മോട്ടോർ, പലതരത്തിലുള്ള DC മോട്ടോർ ഉണ്ടല്ലോ. പൊതുവെ DC സെർവോ മോട്ടോർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറാണ്. അതായത് പുറത്തു നിന്ന് നമ്മളൊരു സപ്ലൈ സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഫീൽഡിന്റെ മീൻസ് അത് എക്സൈറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ ആവാം, അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടോർ ആവാം. ഓക്കെ, ഇത് രണ്ടത്തെ ഏത് വേണമെങ്കിൽ ആവാം. DC സെർവോ മോട്ടോർ എന്ന് പറയുന്നത് which are controlled by DC command signal applied directly to the coil. ഇതാണ് DC command signal, കോയിലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ആർമേച്ചർ കോയിലിലേക്കാണ് നമ്മൾ
ഇവിടെ നിന്ന് സിഗ്നൽ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ നിന്ന് സിഗ്നൽ കൊടുക്കുന്ന ആർമേച്ചർ ഓഫ് ദ മോട്ടറിലേക്കാണ്. ഓക്കെ, സോ അതാണ് ഡി സി സപ്ലൈ. അപ്പൊ ഡി സി സെർവോ മോട്ടർ ആകുമ്പോൾ ഡി സി സപ്ലൈ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ആർമേച്ചറിന്റെ റിയാക്ടൻസ്, ഇതെന്ന് പറഞ്ഞാൽ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഇതിന്റെ കേസ് വളരെ കൂടുതലാണ്. അതാണ് പ്രധാന വ്യത്യാസം. പ്യുവർ ഡി സി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ അല്ലെ പെർമനന്റ് മാഗ്നറ്റ് ഡി സി മോട്ടറുമായിട്ട് ഡി സി സെർവോ മോട്ടറിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ആർമേച്ചർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ് ബൈ ആർ റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സ് ബൈ ആർ റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും ഡി സി സെർവോ മോട്ടറിന്. ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറിനൊക്കെ എക്സ് ബൈ ആർ റേഷ്യോ വളരെ കൂടുതലാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് വളരെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് ലീനിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ ആയിട്ട് കാണാം. അതിന്റെ ഒരു പ്രധാന കാരണം ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കൂടുതലായത് കാരണത്താലെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആർമേച്ചർ എം എം എഫ് ഉണ്ട്, ഫീൽഡ് എം എം എഫ് ഉണ്ട്. ഇവിടെ കൊടുക്കുന്ന ആർമേച്ചർ എം എം എഫ്, ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഫീൽഡ് എം എം എഫ്. ഈ രണ്ട് എം എം എഫുകൾ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ക്വാഡ്രേച്ചർ, അതായത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഫാക്ട് provides a fast torque response because the torque and flux become decoupled. അപ്പൊ ഇവിടെ ഫാസ്റ്റ് ടോർക്ക് റെസ്പോൺസ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പ്രധാന കാരണം ഇത് ഇങ്ങനെ എം എം എഫ് തമ്മിൽ 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ ലൈൻ കൊണ്ട് പെട്ടെന്ന് ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻപുട്ട് സിഗ്നൽ പറഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് മോട്ടറിന്റെ പൊസിഷൻ മാറ്റാൻ അതിന് പറ്റുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ കാണുന്നത് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന്റെ കറണ്ട് ഡിക്രീസ് ചെയ്യും. ആർമേച്ചറിന്റെ കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ ടോർക്ക് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ടോർക്ക് പാരാമീറ്റർ എന്താ കുറഞ്ഞു പോവുക. വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ ഇതാണ് നമ്മുടെ കർവെങ്കിൽ അവിടെയും കുറഞ്ഞു പോവുക. അങ്ങനെ സോ ഈ V1 V2 V3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വോൾട്ടേജുകളാണ്. ഓക്കെ, നമ്മുടെ കൺട്രോൾ വോൾട്ടേജുകളാണ് ബേസിക്കലി V1 V2 V3. V1 ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നുകിൽ V1 ചൂസ് ചെയ്യാം, അപ്പൊ നിങ്ങളെ കർവ് ഇതായിരിക്കും. ഒന്നുകിൽ അല്ലെങ്കിൽ V2 ചൂസ് ചെയ്യാം, അപ്പൊ നിങ്ങളെ കർവ് ഇതായിരിക്കും. അല്ലെങ്കിൽ V3 ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പൊ കർവ് ഇതായിരിക്കും. V1 V2 V3 ഈ V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് V2നെക്കാട്ടും വലുത്, V2 V3നെക്കാട്ടും വലുതാ. അപ്പൊ എന്തായാലും V1 ആയാലും V2 ആയാലും V3 ആയാലും സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് ഡിക്രീസ് ചെയ്ത് പോവുക. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് നെഗറ്റീവ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ് സംഭവം. ഓക്കെ, പോസിറ്റീവ് റെസിസ്റ്റൻസ് വല്ല ഗ്രാഫ് ഇവിടെ ഇങ്ങോട്ടായിരിക്കണം. ഓക്കെ, ഇതിപ്പോ ഇവിടെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പാരാമീറ്റർ എക്സ് ആക്സിസിലെ പാരാമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വൈ ആക്സിസിലെ പാരാമീറ്റർ ഇങ്ങനെ കുറഞ്ഞു പോവുക. സോ ഇറ്റ് ഹാസ് ഗോട്ട് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, നെഗറ്റീവ് സ്ലോപ്പ് ആണ് അതിനുള്ളത്. നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. കാരണം വിസ്കസ് ഡാമ്പിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡാമ്പിംഗ് ഭയങ്കര വിസ്കസ് ആയിരിക്കും. സോ ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡി സി സെർവോ മോട്ടറിന്റെ കേസിൽ പറയുന്നത്. ഇനി അടുത്ത എ സി സെർവോ മോട്ടർ നോക്കാം. എ സി കമാൻഡ് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്ന എ സി സെർവോ മോട്ടർ. ഡി സി സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഡി സി കമാൻഡ് വെച്ചിട്ടാണ്. യൂഷ്വലി എ സി കമാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ 60 ഹെർട്സ് അല്ലെങ്കിൽ 400 ഹെർട്സ് ഒക്കെയാണ് സാധാരണ. അപ്പൊ അത് 2 ഫേസ് ഗേജ് ടൈപ്പ് സെർവോ മോട്ടർ ആവാം, 3 ഫേസ് എ സി സെർവോ മോട്ടർ എല്ലാം ആവാം. ഓക്കെ, റോട്ടർ സ്ക്വിറൽ ഗേജ് ആണ് പൊതുവെ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പം ഡി സി സെർവോ മോട്ടർ എ സി സെർവോ മോട്ടർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഡി സി സെർവോ മോട്ടർ, ഇപ്പൊ പഠിക്കുന്ന എ സി സെർവോ മോട്ടർ. ഹൈ ഡി സി സെർവോ മോട്ടറിലാണ് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നത്, പവർ ഔട്ട്പുട്ട്. ഓക്കെ, എ സി സെർവോ മോട്ടറിനെക്കാട്ട് കൂടുതൽ പവർ ഔട്ട്പുട്ട് ഡി സി സെർവോ മോട്ടറിലാണ് കിട്ടുന്നത്. എഫിഷ്യൻസിയും അതിൽ തന്നെയാണ് കൂടുതൽ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ RF നോയ്സ് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യും ഡി സി സെർവോ മോട്ടർ. എ സി സെർവോ മോട്ടറിൽ RF നോയ്സ് കുറവാണ്. ഡി സി സെർവോ മോട്ടർ ലെസ് സ്റ്റേബിൾ ആണ്, കാരണം നോയ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഭയങ്കര സ്റ്റെബിലിറ്റി കുറവാണ്. ഇവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഫ്രീക്വന്റ് മെയിൻ്റനൻസ് വേണ്ടി ഡി സി സെർവോ മോട്ടറിൽ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് കുറവാണ് എ സി സെർവോ മോട്ടറിന് വേണ്ടിയിട്ട്. അപ്പം ഒരു എ സി സെർവോ മോട്ടറിന്റെ കേസ് എടുക്കാൻ നമുക്ക് ഇവിടെ കാണാം ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിന്റെ കേസിലും. ഇതിന്റെ കേസിൽ രണ്ട് വൈൻഡിങ്സ് ഉണ്ട് എ സി സെർവോ മോട്ടറിന്റെ കേസിൽ. റഫറൻസ് വൈൻഡിങ് ഉണ്ട്, കൺട്രോൾ വൈൻഡിങ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം, ഇതാണ് കൺട്രോൾ വൈൻഡിങ്, ഇതാണ് റഫറൻസ് വൈൻഡിങ്. ഓക്കെ, ഈ രണ്ടെണ്ണം എവിടെയാണുള്ളത്? സ്റ്റാറ്ററിന്റെ മുകളിലാണുള്ളത്. ഓക്കെ, there are two windings on the stator which are displaced by 90 degree എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കൺട്രോൾ വൈൻഡിങ് ഉണ്ട്, ഇവിടെ ഒരു റഫറൻസ് വൈൻഡിങ് ഉണ്ട്. രണ്ടെണ്ണം എവിടെയാ?
സ്റ്റാർട്ടറിന്റെ മുകളിലാണുള്ളത്. ഇത് രണ്ടും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ സിഗ്നലും നമ്മൾ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് റോട്ടറിന്റെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം, ആംഗുലർ പൊസിഷൻ ആണെങ്കിൽ ആംഗുലർ പൊസിഷൻ എങ്ങനെയാണ് വന്ന് നിൽക്കേണ്ടത്, റോട്ടറിന്റെ ഷാഫ്റ്റിന്റെ പൊസിഷൻ എന്ന് ആ ഇൻഫർമേഷൻ നമ്മൾ റെഫറൻസ് വൈൻഡിങ്ങിലാണ് നമ്മൾ AC സിഗ്നലിന്റെ ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, കൺട്രോൾ വൈൻഡിങ്ങിൽ വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ ഷാഫ്റ്റ് കറങ്ങിയിട്ട് ഇപ്പോഴത്തെ കറന്റ് പൊസിഷൻ എന്താണ് പൊതുവെ അതാണ് വരുന്നത്. അതിന്റെ ഇത് കൺട്രോൾ വൈൻഡിങ്ങിന്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും ഷാഫ്റ്റിന്റെ പൊസിഷൻ മാറുന്നത് സിഗ്നലിനനുസരിച്ച്. ഓക്കെ, supplied with fixed sinusoidal voltage from constant voltage source. ഇവിടെ constant voltage source വെച്ചിട്ടാണ് sinusoidal signal AC signal ആണ് കൊടുക്കുന്നത്. The input at which motor shaft needs to maintain certain position in the form of mechanic input theta at this winding. Control winding, variable supply voltage of same frequency. ഇവിടുത്തെ സിഗ്നലിന് എന്ത് ഫ്രീക്വൻസി ഉണ്ട് അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഇവിടുത്തെ സിഗ്നലിനും വേണ്ടത്. പക്ഷെ വേരിയബിൾ എന്താ പറയാ വോൾട്ടേജ്, വേരിയബിൾ സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. അതിന്റെ സപ്ലൈ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അതായത് നമ്മുടെ മോട്ടറിന്റെ പൊസിഷൻ എത്രത്തോളം മാറണം അതിനനുസരിച്ച് ഇവിടെ വേരിയബിൾ ആയിരിക്കും. വോൾട്ടേജിന് മാറ്റം വരും. കാരണം വോൾട്ടേജിന് മാറ്റം വന്നേ പറ്റൂ. കാരണം ഇതെപ്പോഴും വേരി ചെയ്ത് അവസാനമാണ് ഷാഫ്റ്റിന്റെ പൊസിഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടർ ഡിപ്പെൻഡ്സ് upon പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിഗ്രി. ഓക്കെ, ഇത് നമ്മൾ തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങോട്ട് കറങ്ങാം, ക്ലോക്ക് വൈസിലേക്കും കറങ്ങാം, ആന്റി ക്ലോക്ക് വൈസിലേക്കും കറങ്ങാം. അത് ഫേസ് ഡിഫറൻസ് പോസിറ്റീവ് 90 ആണോ നെഗറ്റീവ് 90 ആണോ അതിന്റെ ബേസിസിലിരിക്കും. ഓക്കെ, ഒന്നായിരിക്കുമ്പോൾ പോസിറ്റീവ് 90 ആകുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് കറങ്ങും, നെഗറ്റീവ് 90 ആക്കി വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റോട്ടർ കറങ്ങും. സർവോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്യാൻ പറയും. ഇപ്പൊ ഇത് നമ്മളെ റെഫറൻസ് ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഷാഫ്റ്റിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ, ആക്ച്വൽ പൊസിഷൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ രണ്ടത്തെ ഡിഫറൻസ് ആണ് എറർ സിഗ്നൽ. അതായിരിക്കും സർവോ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്തിട്ട് കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതിനനുസരിച്ച് അത് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ അതാണ് സർവോ ആംപ്ലിഫയർ. എറർ ഡിറ്റക്ടർ തന്നെ ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ റെഫറൻസ് ഇൻപുട്ടും ഉണ്ട്, ആക്ച്വൽ ഔട്ട്പുട്ടും ഉണ്ട്. ഈ രണ്ടത്തെ ഡിഫറൻസ് എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. Modern AC servo motors are embedded controllers like PLC, microcontrollers to achieve variable frequency, variable voltage in order to drive the motor. Mostly pulse width modulation. നമ്മൾ നേരത്തെ പറഞ്ഞ pulse width modulation, PID control techniques അതൊക്കെയാണ് ഡിസൈഡ് ഫ്രീക്വൻസിയും വോൾട്ടേജും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ നമുക്ക് വോൾട്ടേജ് യൂഷ്വലി നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് PWM സിഗ്നൽ അതുപോലത്തെ സിഗ്നൽ അല്ലെ PID കൺട്രോളേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. റിവേഴ്സിംഗ് ദ ഫേസ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ, ലീഡിങ് ടു ലൈൻ. സ്പീഡ് ടോർക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. DC സെർവോ മോട്ടറിന്റെ ഓൾമോസ്റ്റ് സെയിം ഗ്രാഫാണ് AC സെർവോ മോട്ടറിനും. ഓക്കെ, ഹൈ റോട്ടർ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈലന്റ് ഓപ്പറേഷൻ AC സെർവോ മോട്ടറിന്റെ കേസിൽ സ്റ്റേബിൾ ആണ്. സ്റ്റെപ്പർ മോട്ടറിനെക്കാട്ട് സ്റ്റേബിൾ മെയിൻ്റനൻസും കുറവാണ്. റെസൊണൻസ് വൈബ്രേഷൻ ഒക്കെ കുറവാണ്. അഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻസ് നമ്മളെ കൺവെയർ ബെൽറ്റ്, നമ്മളെ എയർപോർട്ടിലൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ ലഗേജ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അത് കൺവെയർ ബെൽറ്റ്. ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഡോർ ഓപ്പൺ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവില്ലേ, അവിടെയൊക്കെ സെർവോ മോട്ടോർസ് ആണല്ലേ. ക്യാമറ ഓട്ടോ ഫോക്കസ്, നമുക്ക് ഓട്ടോ ഫോക്കസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ CCTV ക്യാമറയിലെല്ലാം അവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോളാർ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ, ഇപ്പൊ സൂര്യന്റെ പൊസിഷൻ ഇങ്ങനെ മാറുന്നതനുസരിച്ച് സോളാർ പാനലിന്റെ പൊസിഷൻ അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ മാക്സിമം സോളാർ എനർജി ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലെല്ലാം യൂസ് ചെയ്യാം. ട്രാക്കിംഗ് ആൻഡ് ഗൈഡൻസ് സിസ്റ്റംസിൽ യൂസ് ചെയ്യാം. റോബോട്ടിക് വെഹിക്കിൾസിന്റെ ആമിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. DVD ബ്ലൂറേ